കേരള PSC നമ്മളെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ്. നമ്മൾ ബേസ്ഡ് ഓൺ പർപ്പസിന്റെ അടിസ്ഥാനത്തിലുള്ള സെന്റൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ തന്നതുപോലെ തന്നെ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബേസ്ഡ് ഓൺ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്സ് ഓഫ് സെന്റൻസുകൾ പഠിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് ഓൺലി വൺ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് വി മസ്റ്റ് ഈറ്റ് ടു ലിവ്, ഐ ആം എ ടീച്ചർ, ഹി ഈസ് എ ഗുഡ് ബോയ്, ഷീ ബോട്ട് എ കാർ. ഈ സെന്റൻസുകളെല്ലാം സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. കാരണം ഇതിനെല്ലാം ഒരു മെയിൻ ക്ലോസ് മാത്രമാണുള്ളത്. അല്ലെങ്കിൽ ഹാവിങ്ങിലോ ബീയിങ്ങിലോ തുടങ്ങുന്ന സെന്റൻസുകളും സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് രണ്ട് മെയിൻ ക്ലോസുകളുള്ള സെന്റൻസുകളാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് വി മസ്റ്റ് ഈറ്റ് ഓർ വി കനോട്ട് ലിവ്. രണ്ടാമത്തെ ഉദാഹരണം ഐ ലൈക്ക് ഐസ്ക്രീം ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. പിന്നീട് ഒരു ഉദാഹരണം കൂടി ഉള്ളത് ഷീ റൺസ് ഫാസ്റ്റ് ആൻഡ് ഷീ സിങ്സ് വെൽ. അതായത് ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു. ബട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ വേർഡ്സുകളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ കോമ്പൗണ്ട് സെന്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ പറയുന്നത് ഫാൻ ബോയ്സ് എന്നാണ്. അത് എന്ന് പറയുന്നത് ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, എറ്റ്, സോ. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഫാൻ ബോയ്സ് എന്നാണ്. ഏതാണ്? ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, എറ്റ്, സോ. മറ്റ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓർ ആൻഡ് ബോത്ത് ആൻഡ് ആസ് വെൽ ആസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ either or neither nor hence however തുടങ്ങിയ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് കോമ്പൗണ്ട് സെന്റൻസിൽ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് നമുക്കറിയാം, ഒരു മെയിൻ ക്ലോസ് ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെന്റൻസുകളെയാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. ഈ വേർഡ്സിൽ ഇഫ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് വേർഡ്സ് സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതിൽ സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഈഫ്, ദാറ്റ്, വെൻ, വെർ, വിച്ച്, വൈ, ഹൗ, ആസ് ഇഫ്, ആസ് സൂൺ ആസ്, സിൻസ്, ആസ് ദോ തുടങ്ങിയ വേർഡ്സുകളാണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഈ സബോർഡിനേറ്റ് കൺജങ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. ഇതിൽ ഇഫ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസും യു വിൽ പാസ് ദി എക്സാമിനേഷൻ മെയിൻ ക്ലോസും ആണ്. ഐ നോ ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുന്നതിൽ ഐ നോ എന്ന് പറയുന്നത് മെയിൻ ക്ലോസും ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസുമാണ്. അതിൽ ദാറ്റ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. അടുത്തത് വെൻ ഹി സോ ദ പോലീസ് ഹി റാൻ അവേ. അതിൽ ഹി റാൻ അവേ മെയിൻ ക്ലോസും വെൻ ഹി സോ ദ പോലീസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസുമാണ്. അതിൽ വെൻ എന്ന് പറയുന്ന വേർഡ്സ് ആണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. സബോർഡിനേറ്റ് കൺജങ്ഷനിൽ വരുന്നത് ഇഫ്, ദാറ്റ്, വെൻ, വെർ, വിച്ച്, വൈ, ഹൗ, ആസ് ഇഫ്, ആസ് സൂൺ ആസ്, സിൻസ്, ആസ് ദോ എന്ന് പറയുന്ന വേർഡ്സുകളാണ് സബോർഡിനേറ്റ് കൺജങ്ഷനിൽ വരുന്നത്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ്. കോമ്പൗണ്ട് സെന്റൻസ് നമുക്കറിയാം രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് ആകുമ്പോൾ അതിൽ രണ്ട് മെയിൻ ക്ലോസ് എന്തായാലും വരണം. കാരണം കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും മിക്സഡ് ആയ ഒന്നാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വരുന്നതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഉദാഹരണം വെച്ച് പറയാം. while he played harmonium his wife and his daughters danced. ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇതിന്റെ സബോർഡിനേറ്റ് കൺജങ്ഷനും
കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഒരുമിച്ച് ഉണ്ടായിരിക്കും. ഇത് വൈൽ ഹി പ്ലേഡ് ഹാർമോണിയം. അതിൽ വൈൽ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷനും ഹിസ് വൈഫ് ആൻഡ് ഹിസ് ഡോട്ടർ ഡാൻസ്ഡ്. അതിൽ ആൻഡ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. വൈൽ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷനും ആൻഡ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനുമാണ്. അടുത്തത് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബോത്ത് കോർഡിനേറ്റ് കൺജങ്ഷൻ ആൻഡ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ആർ ദർ. ഇവിടെ രണ്ട് കൺജങ്ഷൻസ് ഉണ്ടായിരിക്കും, കോർഡിനേറ്റിംഗ് കൺജങ്ഷനും സബോർഡിനേറ്റ് കൺജങ്ഷനും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ടൈപ്സ് ഓഫ് സെന്റൻസുകളെ കുറിച്ച് പറയാനുള്ളത്. 4 പ്രധാനപ്പെട്ട സെന്റൻസുകൾ, അതായത്